നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2-3 ദിവസം നമ്മൾ വന്നിട്ട് അപ്പം വരാന്ന് വിചാരിച്ച കാര്യം വിനീഷ് വരണ്ട്. അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇന്നെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പരിപാടി നമുക്ക് സപ്ലൈക്കിൽ പോയി നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി വരും, വിനോദൻ്റെ ഒക്കെ ചായക്കടയിലിട്ട്. അപ്പൊ ആ ചേച്ചിയുടെ അടുത്ത് കുറച്ച് മീന്, ചെമ്മീൻ, പള്ളത്തി, കരിമീൻ എല്ലാം കൂടി ഒരു 10-350 രൂപയൊക്കെ നമുക്ക് കിട്ടിയിട്ടോ. പിന്നെ അത്രയും ഇല്ല, എന്നാലും ഭയങ്കര പ്രായമായിട്ടുള്ള ഒരു ചേച്ചിയാണ്. നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് നഷ്ടമാണ്, എന്നാലും ആ ചേച്ചിക്ക് അല്ലെ നഷ്ടമാണ്. പക്ഷെ എന്നാലും നമ്മൾ ആ ചേച്ചിനെ കണ്ടപ്പോ വാങ്ങിയതാണ്. കാരണം നമ്മള് പുറത്തുനിന്ന് എന്തായാലും നമ്മൾ ചെമ്മീനൊക്കെ ലേലം പിടിച്ചൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ 100-250 രൂപയ്ക്ക് നമുക്ക് ഒരു 1.25 കിലോ അല്ലേ ചെമ്മീൻ പറഞ്ഞാൽ സാധാ ചെമ്മീനല്ല കേട്ടോ, നാരൻ ചെമ്മീനാണ്. പിന്നെ ആ ചേച്ചി പ്രായവും പിന്നെ ആ ചേച്ചി രാവിലെ എനിട്ടുള്ള എഫേർട്ട് വെളുപ്പിന് എണീറ്റ് പോയി അവര് അതായത് വെള്ളത്തിൽ ഇറങ്ങി തപ്പി പിടിച്ചെടുക്കണേന്. അതുമല്ല ബിനീഷൊക്കെ ഇവിടെ വന്നിട്ട് ചെമ്മീനും കിള്ളാനൊന്നും പറ്റില്ല. പച്ച ചെമ്മീനും ഇത് പറഞ്ഞത് കിള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കിയപ്പോ ആ ചേച്ചിയുടെ കഷ്ടപ്പാടും കൂടി കണ്ടത് നമ്മൾ പറഞ്ഞ് എടുത്തോ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ വിനോദൊക്കെ പറഞ്ഞ് എന്നാലും കുഴപ്പമില്ല, എടുത്തോ മക്കളെ എന്ന് പറഞ്ഞു. ഞാൻ ടീച്ചറിനോട് നിച്ചായി ഇത് നമുക്ക് ഇതാണ്, പക്ഷെ എനിക്ക് ആ ചേച്ചിയുടെ അവസ്ഥ കണ്ടിട്ടാണ് ഞാൻ എടുത്തത്. അത്രയും പ്രായമുണ്ട്, കുറഞ്ഞത് ഒരു 75-76 വയസ്സുണ്ടാവും ആ ചേച്ചിക്ക്. ആ ചേച്ചി എന്നിട്ട് അത് കാരണം ഞങ്ങൾ മേടിച്ചത് ഇവിടെ നിന്ന് ബിഗ് ബോസ് കാര്യങ്ങളൊക്കെ കാണേട്ടാ. ഇവിടെ എന്താണ് ഇഞ്ചി വെളുത്തുള്ളി കിട്ടണ്ടല്ലോ. അത് ഇതിനകത്ത് കാരണം എന്താണ് ഇതിനകത്തിട്ട് വേവിക്കാൻ പോയാണ്. പിന്നെ അച്ചിങ്ങ കുറച്ചിരിപ്പുണ്ട്. അപ്പൊ ഇതിന്ന് കുറച്ച് ചെമ്മീൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചിങ്ങയിൽ ഇടാല്ല നമുക്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇതിനകത്ത് ഇട്ടില്ല. ചെമ്മീൻ കണ്ട ചെമ്മീൻ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടാ. കുറച്ചെടുത്തിട്ട് ഇതേ വേവിച്ചെടുക്കണം. അടിപൊളി നാരൻ ചെമ്മീനാണ് കേട്ടാ. നാരെന്ന് പറഞ്ഞാൽ ഇതിപ്പോ ചെറിയ നാരലിൽ തന്നെ ചെറിയ ടൈപ്പാണ് ബിനീഷ് എടുത്ത്. ഇപ്പൊ നമുക്കിപ്പോ പച്ചക്കറിയിൽ ഏതാണ്ടിലൊക്കെ ഇടാൻ വേണ്ടിയാണ് ഞാനിതൊന്നും അന്വേഷിക്കാറില്ല. അത് പിന്നെ ചുരുങ്ങി കഴിയും. ചെമ്മീൻ വലുതാണ്, ചുരുങ്ങി കഴിയുമ്പോൾ ഇതുപോലെ ബട്ടൺസ് ഞാൻ പറഞ്ഞ അങ്ങനെയാണ് ബട്ടൺസ് എന്ന് പറയുന്നത്. ഇപ്പൊ അങ്ങനെ അതും വെച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പുറത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മള് പുറത്തോട്ട് നോക്കിയവിടെ അലക്കിട്ടേക്കണോണ്ടേ ഉണങ്ങണമല്ല. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇനി അടുത്ത പരിപാടി കാര്യങ്ങൾ. നമുക്കൊരു കൊറിയർ വന്നേക്കണ കൊറിയർ വന്നേക്കണെന്ന് വെച്ചാൽ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നാട്ടോ ബിനീഷക്ക് എന്തോ 2-3-4 ഡ്രസ്സ് വന്നിട്ടുണ്ട്, സാരിയും ചുരിദാറും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അത് എടുക്കാനായിട്ട് നമുക്ക് പോകേണ്ടത് കത്രിക്കടവിലാണ്. അപ്പൊ ഈ മഴയത്ത് പോണോ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട്. പാൻറ്റി ലൈനേഴ്സ് ആണ് എവർടീനിന്റെ ഡെയിലി പാൻറ്റി ലൈനേഴ്സ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത്. ഈ പാൻറ്റി ലൈനേഴ്സ് എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് എന്താണ് ഈ പാൻറ്റി ലൈനേഴ്സ് എന്നുള്ളത് ചിലവർക്ക് അറിയാൻ പറ്റും, ചിലവർക്ക് ഇതിനെപ്പറ്റി ഒട്ടും അറിയാൻ പറ്റില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. അപ്പൊ എല്ലാവരും ഒന്നും ഈ പാൻറ്റി ലൈനേഴ്സ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് കേട്ടിരിക്കാം. അതായത് പാൻറ്റി ലൈനേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പീരീഡ്സ് ആകുമ്പോൾ നമ്മൾ പാഡ് യൂസ് ചെയ്യാറുണ്ടല്ലോ, അതേപോലത്തെ ഒരു ചെറിയൊരു പാഡ് പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ് ഈ പാൻറ്റി ലൈനേഴ്സ്. അത് നമുക്ക് പീരീഡ്സ് ആവുമ്പോഴല്ല, നമ്മൾ പീരീഡ്സ് ആവണക്കാലം മുമ്പ് നമുക്കൊരു 2 ദിവസം മുമ്പ് തന്നെ നമുക്ക് ചില ഇറിറ്റേറ്റിങ്ങും അതേപോലെ തന്നെ ചെറിയ സ്പോട്ടുകളെല്ലാം നമുക്ക് കാണിക്കും. ചെറിയ ചെറിയ രീതിയിൽ റെഡ് കളറുള്ള സ്പോട്ടുകളെല്ലാം നമുക്ക് കാണിക്കും. പിന്നെ അതുപോലെ നമ്മൾ എവിടെയെങ്കിലും പരിപാടിക്ക് പോകണമെന്നത് നമുക്ക് ഇന്നാണ് പീരീഡ്സ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ദിവസം മുമ്പ് നമുക്കൊരു പരിപാടി ഉണ്ടെങ്കിൽ ആ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ഫീലിംഗ്, അതായത് 2 ദിവസം മുമ്പേ ചിലർക്ക് ശരീരം വേദനയും നടുവേദന കാലുവേദന അങ്ങനെയൊക്കെ കാണിക്കുമ്പോഴേ നമുക്ക് എപ്പോഴാണ് ഈ പീരീഡ്സ് ആവുന്നത് നമുക്ക് അറിയാൻ പറ്റൂല. അപ്പൊ ഈ പരിപാടിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ടെൻഷൻ ആയിരിക്കും, അയ്യോ എനിക്ക് പീരീഡ്സ് ആവോ, അവിടെ ചെല്ലുമ്പോൾ ആവോ, അല്ലെങ്കിൽ എന്തെങ്കിലും യാത്ര ബസ്സിലൊക്കെ ദൂരയാത്ര ചെയ്യുമ്പോഴത്തേക്കും തോന്നും അയ്യോ എനിക്ക് പീരീഡ്സ് ആവോ, എനിക്ക് ഇങ്ങനെ സ്പോട്ട് ചെറുതായിട്ട് വരുമോ എന്നുള്ളൊരു ടെൻഷൻ ചിലവർക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഈ പാൻറ്റി ലൈനേഴ്സ്. പിന്നെ ഉള്ളത് നമുക്ക് വൈറ്റ് ഡിസ്ചാർജ് വരാറുണ്ട്. അതായത് സ്ത്രീകൾക്ക് ഇത് എപ്പോഴാണ് വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ ഡിസ്ചാർജ്. അപ്പോൾ നമുക്കിത് ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഡെയിലി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴാണ് നമുക്ക് ഈ ഡിസ്ചാർജ് വന്നതെന്ന് പറയാൻ പറ്റില്ല, വൈറ്റ് കളറില. അപ്പോൾ നമ്മുടെ പാൻറ്റീസിലൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ഫീലിങ്ങും കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഈ പാൻറ്റി ലൈനേഴ്സ്. അത് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ എവർടീനിന്റെ ആയിരിക്കും. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയതാണ് എവർടീനിന്റെ പാൻറ്റി ലൈനേഴ്സ്. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ പിന്നെ പറഞ്ഞ ഡെയിലി എന്ന് പറയുന്നത് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ വൈറ്റ് ഡിസ്ചാർജും അല്ലാതെ എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയണത്.
ഡെയിലി യൂസ് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ നമ്മളെപ്പോഴും പാഡ് വെക്കണ പോലെ തന്നെ നമുക്ക് പാഡ് യൂസ് ചെയ്യുമ്പോൾ ചിലവർക്ക് അത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കില്ല. പക്ഷെ ഇതെന്ന് പറയുന്നത് ഭയങ്കര തിന്നായിട്ടുള്ള ഒരു സംഭവമാണ്. വേണ്ട, ഭയങ്കര ചെറുതാണ്. നമ്മുടെ ഈ കൈയുടെ പകുതിയുള്ളൂ. എൻ്റെ എൻ്റെ ഒരു കുഞ്ഞിക്കൈയാണ്. ഈ കുഞ്ഞിക്കൈയുടെ അത്രയേ ഉള്ളൂ ഈ ഒരു ചെറിയൊരു പാൻറ്റി ലൈനേഴ്സ് എന്ന് പറയുന്നത്, ചെറിയൊരു പാഡ്. ഇത് നമുക്ക് ഓപ്പൺ ആക്കണമെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ പിടിച്ച് ഓപ്പൺ ആക്കാം. കേട്ടോ, ഓപ്പൺ ആക്കിയിരുന്നതേ ഇത്രേ ഉള്ളൂ സംഭവം. നല്ല നല്ല രീതിയിൽ നമുക്ക് നല്ല പശയും കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ. ഞാൻ കഴിഞ്ഞ നമ്മുടെ എവർടീൻ തന്നെ പാഡ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തും ഇത് അതേപോലെ തന്നെ നല്ല നല്ല ഭംഗിയിലാണ് അവർ കവർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് കവർ ചെയ്ത് വെച്ചേക്കുന്നത് മാത്രമല്ല, നമുക്കിത് ഇപ്പൊ ഞാൻ പറയില്ലേ, ദൂരെ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴായാലും എന്തെങ്കിലും ഫംഗ്ഷനിൽ പോകുമ്പോഴായാലും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, അയ്യോ എനിക്ക് ആവുന്നു അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് പാഡ് യൂസ് ചെയ്യുന്നതിനും രീതിയിൽ നമുക്ക് ഈ പാൻറ്റി ലൈനേഴ്സ് യൂസ് ചെയ്താൽ മതി. നമ്മുടെ ബാഗിലോ അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിലോ, ജീൻസ് ഒക്കെ എടുത്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പോക്കറ്റിലോ നമുക്ക് ഭയങ്കര സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ചെറുതെന്നും എടുത്ത് പാൻറ്റി ലൈനേഴ്സ്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഇതിനകത്ത് 30 എണ്ണമാണ് വരുന്നത്. ഞാനിത് ഓൾറെഡി 2 യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പുറത്തോട്ട് പോയപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല എനിക്ക്. അതായത് നമ്മൾ സാധാരണ പാൻറ്റീസിൽ വെക്കണ പോലെ തന്നെ പാൻറ്റീസിൽ വെക്കണ പോലെ തന്നെ സാധാരണ വെക്കണ പോലെ തന്നെ ഒട്ടിച്ച് വെക്കുക. നമുക്ക് യാതൊരു ഇറിറ്റേഷനോ ആ ഒരു ഫീലിംഗ് ഒന്നുമില്ല. നമുക്ക് ഇത് വെച്ചിട്ടുണ്ടാകുന്ന തന്നെയുള്ള ഒരു ഇതാണ്. അതായത് ഒട്ടും അറിയില്ല ഇത് നമ്മൾ പാൻറ്റീസിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഒട്ടും അറിയില്ല. അത്രയും എന്താ പറയാ, അത്രയും ഇതായിട്ടിരിക്കുന്നത്. പ്യുവർ കോട്ടൺ ആണ്, നാച്ചുറൽ കോട്ടൺ ആണിത്. പിന്നെ അതുപോലെ തന്നെ 30 എണ്ണമാണ് ഇതിനകത്ത് നമുക്ക് അവര് തന്നേക്കണ എവർടീനിന്റെ ഇതിനകത്ത്. പിന്നെ ഇത് 30 എണ്ണമുള്ളത് 166 രൂപയാണ്. 166 റുപ്പീസാണ് ഇതിന് ഉള്ളത്. അപ്പൊ ഇതിനെ കുറിച്ച് ഇത്രയൊക്കെ പറയാനുള്ളൂ. കാരണം നമുക്ക് കൂടുതലും ഞാൻ ഈ പറഞ്ഞ ഈ 2 കാര്യങ്ങൾക്കാണ് കൂടുതലും നമുക്ക് ഉപയോഗപ്രദമായിട്ട് തോന്നിയിട്ടുള്ളത്. ഒന്ന് വൈറ്റ് ഡിസ്ചാർജ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉള്ള ആ ഒരു ഇതിനും, പിന്നെ പീരീഡ്സ് ആണെങ്കിലും മുമ്പ് ഉള്ള ഒരു ഇതിനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇത് കൂടുതൽ നമുക്ക് പാഡ് വെക്കണമെന്നും എല്ലാവരും ഈ 2 ദിവസം മുമ്പേ പാഡ് വെച്ചുകൊണ്ട് പോകാൻ നോക്കും. അതിനും നല്ലത് നമുക്ക് ഈ ഒരു സംഭവം യൂസ് ചെയ്യണതാണ്. അപ്പം എല്ലാവരും ഈ പാൻറ്റി ലൈനേഴ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി ചായ വരുമ്പോൾ കുറച്ചു നേരം കഴിയും, 8 മണിയൊക്കെ ആവും. അപ്പൊ അതുവരെ ഞാൻ ഇവിടെ ചുമ്മാ ഇരിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാണ്, എവർടീനിന്റെ പാൻറ്റി ലൈനേഴ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവർക്കും യൂസ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. അപ്പൊ ഇത്രേ ഉള്ളൂ. ബൈ.